പ്രിയപ്പെട്ടവരെ, നവംബർ 2-ാം തീയതി സകല മരിച്ചുപോയ വിശ്വാസികളെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ദിവസം. ഈ 2-ാം തീയതി നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ കുരിശിന്റെ മുകളിൽ എഴുതി വെക്കുന്ന 3 ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ട്, RIPയുടെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള അർത്ഥം നമുക്കറിയാം. റെസ്റ്റ് ഇൻ പീസ്, അതായത് സമാധാനമായി വിശ്രമിക്കുക അല്ലെങ്കിൽ ശാന്തമായിട്ട് വിശ്രമിക്കുക. ഒരുപാട് തിരക്കുകളുണ്ടായിരുന്ന മനുഷ്യര് ഒരു സുപ്രഭാതത്തിലും മരണത്തെ പുൽകി കടന്നുപോയി. അവരും കിടക്കുന്ന ഇടം തന്നെയാണ് ഈ റെസ്റ്റ് ഇൻ പീസ്, അതായത് ഈ സെമിത്തേരി. ഈ സെമിത്തേരി ഒരുപാട് ഓർമ്മകൾ നമുക്ക് നൽകുന്നുണ്ട്. എനിക്ക് ഈ ജീവിതം അടുത്തുവെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പാതുവഴിയിൽ സ്വയം ജീവന അവസാനിപ്പിച്ചവരും ഇവിടെ കിടക്കുന്നു. ജീവിതത്തിൽ ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന മനുഷ്യര്, ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ഉള്ള മനുഷ്യര്, എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പാതിവഴിയിൽ വെച്ച് ഒരു നെടുവീർപ്പ് പോലെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയ മനുഷ്യരുണ്ട്. പിന്നീട് ഒരുപാട് നാൾ വേദനിപ്പിക്കും നമ്മളെ പ്രിയപ്പെട്ടവരെ കടന്നുപോക്കുകളുണ്ട്. കാരണം ഒരുപക്ഷെ ഒന്നിച്ച് വിവാഹമെന്ന കൂദാശയിൽ ഒന്നിപ്പിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയാകാം. എത്രമാത്രം സ്നേഹിച്ചിട്ടും കൊതി തീരാത്ത നമ്മുടെ പ്രിയപ്പെട്ട മക്കളാകാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, ചങ്ങാതിമാരാകാം. ഇവരൊക്കെ ഒരുപാട് വേദന നൽകിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയത്. അവരുടെ ഓർമ്മകൾ നമ്മൾ ഇന്നും വേദനിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ കണ്ണുനീര് വീണിരിക്കുന്ന സ്ഥലം ഒരുപക്ഷെ ദേവാലയങ്ങൾ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും തങ്ങളെ പ്രിയപ്പെട്ടവര് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സെമിത്തേരികളാകാം. കാരണം ഒരുപാട് നെടുവീർപ്പുകളും കണ്ണുനീരുകളും ഒക്കെ വീണ ഒരു മണ്ണാണ് ഈ സെമിത്തേരിയിലെ മണ്ണ്. അതുകൊണ്ട് തന്നെ ഈ സെമിത്തേരിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ഒരു ദേവാലയത്തിന്റെ അതേ മഹത്വത്തോടുകൂടി നമ്മളിവിടെ ആയിരിക്കണം. കാരണം ഇവിടെ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ തേങ്ങലുകളും കണ്ണുനീരുകളുമുണ്ട്. ഈ സെമിത്തേരികള് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതൊരു പക്ഷേ ഇതായിരിക്കാം ശരിയായ നല്ല രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് സെമിത്തേരിയിൽ വന്നിരുന്ന് ധ്യാനിച്ചാൽ നമുക്ക് സാധിക്കും. എങ്ങനെ മറ്റുള്ളവരോട് പൊറുക്കണമെന്നും അവരുടെ തെറ്റുകൾ എങ്ങനെ ക്ഷമിക്കണമെന്നും ഈ സെമിത്തേരിയിൽ ഈ മൗനമായിട്ട് കിടക്കുന്ന ഈ മനുഷ്യരുടെ ജീവിതങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ഈ സെമിത്തേരികൾ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. കാരണം ഈ സെമിത്തേരി ഒരുപാട് കണ്ണുനീരുകളുടെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വിശുദ്ധരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ഥലം ദേവാലയം കഴിഞ്ഞ അത് എനിക്ക് തോന്നുന്ന സെമിത്തേരികൾ തന്നെയാണ്. വിശുദ്ധനായ അംബ്രോസ് ഇങ്ങനെ പറയുമായിരുന്നു, മരണമേ, എത്ര സുന്ദരമായിട്ടാണ് നീ ജീവിതത്തിന്റെ നിസ്സാരതയെ വെളിപ്പെടുത്തി കാണിച്ചു തരുന്നത്. പലപ്പോഴും ഇഗ്നേഷ്യസ് ലയോള എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സെമിത്തേരിയാണ് ഏറ്റവും നല്ല ധ്യാനകേന്ദ്രം. ആ സെമിത്തേരിയിലായിരിക്കുമ്പോൾ നമ്മുടെ നിസ്സാരതകള്, നമ്മുടെ കുറവുകള്, നമ്മുടെ അഹങ്കാരങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്ക് നമ്മൾ എത്രമാത്രം നിസ്സാരരാണെന്ന് ഈ സെമിത്തേരി ധ്യാനങ്ങൾ നമ്മൾക്ക് തീർച്ചയായിട്ടും വെളിപ്പെടുത്തി തരും. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി തൻ്റെ കയ്യിൽ എപ്പോഴും ഒരു തലയോട്ടി കൊണ്ടു നടക്കുമായിരുന്നു. ഫ്രാൻസിസ് അസീസി പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിതം എന്നെ പഠിപ്പിച്ചതിനേക്കാൾ ഉപരിയായിട്ട് മരണത്തെക്കുറിച്ചുള്ള ധ്യാനം എന്നെ പഠിപ്പിച്ചു. ഈ മനുഷ്യൻ, ഈ വിശുദ്ധൻ ഈ കരങ്ങളിൽ ഈ തലയോട്ടിയുമായിട്ട് എപ്പോഴും നടക്കും. എപ്പോഴും ആ തലയോട്ടിയെ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുമായിരുന്നു തന്റെ മരണത്തെക്കുറിച്ച്. പലപ്പോഴും തെരുവിലേക്ക് ഇറങ്ങിയിട്ട് പറയും, ഗർവിഷ്ഠരായ മനുഷ്യരോട് പറയും, നിങ്ങളുടെ സമ്പന്നതയും നിങ്ങളുടെ അഹങ്കാരങ്ങളും നിങ്ങളുടെ കോപവും വൈരാഗ്യവും ശത്രുതയും ഒക്കെ ഇത്ര മാത്രമേ ഉള്ളൂ.
എന്ന് പറഞ്ഞുകൊണ്ട് ആ തലയോട്ട് ഉയർത്തിപ്പിടിച്ച് ഈ ഫ്രാൻസിസ് അസീസി നൃത്തം ചെയ്യുമായിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുക. ജീവിതത്തിന്റെ നിസ്സാരതകളെ കുറിച്ച് ഓരോ മരണവും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ അഹങ്കരിക്കുമ്പോൾ അവന്റെ നിസ്സാരനാണെന്ന് ഈ മരണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി അഹങ്കരിക്കുന്ന ധനവാനാണെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന മനുഷ്യരെ ഫ്രാൻസിസ് ഈ സിംതേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒരു ദിവസം അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ പറയും. പലപ്പോഴും ആ ഒരു ദിവസത്തെ ധ്യാനത്തിന് ശേഷം ആ മനുഷ്യൻ പുതിയൊരു ഉണർവിലേക്ക്, തന്റെ നിസ്സാരതകളെ കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബൈബിള് നമ്മളോട് പറയും, മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നീ മറ്റുള്ളവരോട് ക്ഷമിക്കുക. എപ്പോഴും മരണത്തെക്കുറിച്ച് ധ്യാനിച്ച വലിയൊരു അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറഞ്ഞു വയ്ക്കും തന്റെ ജീവിതത്തെക്കുറിച്ച്: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. കാരണം മരണത്തൊരു നേട്ടവുമായിട്ട് പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുവാനുള്ള ഒരു പാതയായിട്ടാണ്, ഒരു വഴിയായിട്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കണ്ടിരുന്നത്. എന്നും ജീവിതത്തിൽ മരണത്തെ ധ്യാനിക്കുവാനായിട്ട് സാധിച്ച നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഒരുപാട് അത്ഭുത ജീവിതങ്ങളായിട്ട് മാറും. മരണത്തെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ധ്യാനിച്ചവരൊക്കെ ഒന്നില്ലെങ്കിലും മഹാന്മാരും അല്ലെങ്കിൽ വിശുദ്ധരുമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ലാസറിനെ കുറിച്ച് ഒരു ചരിത്രം ഇങ്ങനെയാണ്. ലാസർ മരിച്ച് 3 ദിവസങ്ങളില് കല്ലറയിലായിരുന്നു. 4-ാം ദിവസമാണ് ലാസർ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരിക. ലാസറിനെ കുറിച്ച് ഇങ്ങനെ ആ കഥ പറയുക ഇങ്ങനെയാണ്: ജീവിതത്തിലേക്ക് മരണത്തിൽ നിന്ന് തിരിച്ച് കടന്നു വന്നപ്പോൾ ലാസർ ചിരിക്കുകയില്ലായിരുന്നു എന്നാ പറയാം. എപ്പോഴും ഗൗരവത്തോടുകൂടെ നടക്കും. കാരണം ജീവിതത്തെ പിന്നീട് വളരെ ഗൗരവത്തോടുകൂടി ലാസർ കാണാൻ തുടങ്ങി. കാരണം ജീവിതത്തിന്റെ വില എന്തെന്ന് ലാസർ തിരിച്ചറിഞ്ഞു. എന്നാൽ മറ്റു ചിലർ പറയുക ഇങ്ങനെയാണ്: ലാസർ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, ഏത് സമയവും ചിരിച്ചുകൊണ്ടിരിക്കും. അഹങ്കരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ലാസർ ചിരിക്കും. പരസ്പരം ശത്രുതയുള്ള മനുഷ്യരെ കാണുമ്പോൾ ലാസർ ചിരിക്കും. തങ്ങളാണ് ധനവാന്മാര് എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ലാസർ ചിരിക്കും. കാരണം ഈ ജീവിതത്തിന്റെ പൊള്ളയായ കാര്യങ്ങളെക്കുറിച്ച്, അതിനുവേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യരെ കുറിച്ച്, യഥാർത്ഥ ജീവിതം എന്താണെന്നും മരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ലാസറിന് പിന്നീട് ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ കുറിച്ച് ചിരിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അതേ പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കണം. അപ്പോൾ നമ്മുടെ ഓരോ ജീവിതത്തെയും ഓരോ ദിവസത്തെയും നന്ദിയോടുകൂടി നമുക്ക് എടുക്കാൻ സാധിക്കും. സ്പെയിനിലെ വലിയ വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു മാനസാന്തരത്തിന് കാരണമായ ഒരു സംഭവത്തെക്കുറിച്ച് ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തും. സ്പെയിനിലെ ചാൻസലർ ആയിരുന്നു ഈ ഫ്രാൻസിസ് ബോർജിയ. രാജ്ഞിയോടും രാജാവിനോടുമൊക്കെ ആത്മാർത്ഥമായിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യൻ. അത്രമാത്രം ഗാഢമായ ബന്ധം ഈ രാജകൊട്ടാരവുമായിട്ട് ഫ്രാൻസിസ് ബോർജിയയ്ക്കുണ്ടായി. ഒരിക്കല് ഈ സ്പെയിനിലെ രാജ്ഞി എലിസബത്ത് രാജ്ഞി പെട്ടെന്ന് മരണമടയുകയാണ്. സൗന്ദര്യത്തിന്റെയും പ്രതാപത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് ലോകം വാഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു എലിസബത്ത് രാജ്ഞി. ആ മരണമടയുന്ന സമയത്ത് ഈ ഫ്രാൻസിസ് ബോർജിയ അവിടെ ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യനൊരു ദീർഘ യാത്രയിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മനുഷ്യൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരിക. ആ രാജാവിനും രാജ്ഞിക്കുമൊക്കെ ഈ ഫ്രാൻസിസിനോടുള്ള ആത്മാർത്ഥമായൊരു ബന്ധം കൊണ്ട് രാജാവ് തീരുമാനിച്ചു രാജ്ഞിയുടെ ഈ മരിച്ച ശരീരം ഈ ഫ്രാൻസിസ് ബോർജിയ തിരിച്ചു വരുന്നത് വരെ സൂക്ഷിക്കുക. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ തിരിച്ചു വന്നപ്പോൾ ആ പെട്ടി, രാജ്ഞി അടക്കിയിരിക്കുന്ന പെട്ടി തുറന്ന് കാണിക്കുന്നുണ്ട്.
ആ നിമിഷം ഈ ഫ്രാൻസിസ് ബോർജിയൻ ഞെട്ടിപ്പോകുകയാണ്. കാരണം ലോകം തന്നെ വാഴ്ത്തിയ സൗന്ദര്യത്തിന്റെ കാരണക്കാരിയായ ഒരു സ്ത്രീ ഇന്നിതാ വിരൂപയായിട്ട് കാണപ്പെടുന്നു. ആ നിമിഷം ഫ്രാൻസിസ് ബോർജിയ തിരിച്ചറിയുന്നുണ്ട് ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും അതൊക്കെ നിസ്സാരമാണെന്നും ചിത്തശലഭത്തിന്റെ സൗന്ദര്യത്തെക്കാളും താഴെയാണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നീട് ആ തൻ്റെ വലിയ പദവിയൊക്കെ വലിച്ചെറിഞ്ഞ് സന്യാസത്തിൻ്റെ ഒരു വസ്ത്രമെടുത്ത് ദാരിദ്ര്യത്വം എന്ന വ്രതമൊക്കെ എടുത്തുകൊണ്ട് പിന്നീട് ഒരു ആശ്രമത്തിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു ചെന്നു. അങ്ങനെ വലിയ വിശുദ്ധനായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ മാറി. അതേ പ്രിയപ്പെട്ടവരെ, ഈ മരണത്തെക്കുറിച്ച്, മരണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ സത്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 28-ാം വാക്യം പറഞ്ഞു വയ്ക്കും, ജീവിതാന്ത്യമാണ് മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം വെളിപ്പെടുത്തുക. വിശുദ്ധനായ സിപ്രിയാനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന മഹാവിശുദ്ധനാണ് വിശുദ്ധ സിപ്രിയാൻ. വിശുദ്ധ സിപ്രിയാൻ പറയുമായിരുന്നു, മരണമാണ് ഒരു ജീവിതത്തിൻ്റെ എല്ലാ ഉള്ളടക്കവും വെളിപ്പെടുത്തുക. ഒരു ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഓരോ മനുഷ്യന്റെ മരണം വെളിപ്പെടുത്തും. ഫ്രാൻസിസ് അസീസി മരണത്തെ വിളിക്കുക തൻ്റെ പ്രിയ സഹോദരി മരണമേ എന്നാണ് ഫ്രാൻസിസ് മരണത്തിനെ വിളിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് അർത്ഥങ്ങൾ നൽകും. നല്ല രീതിയിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപ നൽകും. എല്ലാവരുമായിട്ട് സാഹോദര്യത്തോടെ വർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഓരോ ദിവസത്തെയും അതിൻ്റെതായ മനോഹരതയോടുകൂടി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ക്രിസ്തീയ ഗാനം ഉണ്ട് മരണത്തെക്കുറിച്ച്. ഗാനത്തിൻ്റെ ഇരടികൾ ഇങ്ങനെയാണ്: മരണം വരും ഒരു നാൾ, ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അതായത് ഒരു നാള് നിന്റെ ജീവിതത്തിൽ മരണം വരും. അതിനാൽ എപ്പോഴും ഈ മരണത്തെക്കുറിച്ച് ഒരു ഓർമ്മ വേണം. അതിനാൽ നീ ഈ ജീവിതത്തിൽ മരണം നിന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തികളെയും അതിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. അതിനാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സൽകൃത്യങ്ങൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം സിംതേരികളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം, മരണത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഈ മാസം സിംതേരികൾ നമുക്കൊരു ദേവാലയങ്ങളാക്കി മാറ്റാം. അവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി, ഈ ഭൂമിയിൽ കടന്നുപോയ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട്, പ്രായശ്ചിത്തമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസങ്ങളും നമ്മുടേതായിട്ടുള്ള ഓരോ പ്രായശ്ചിത്തങ്ങളുമൊക്കെ അവർക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ മാസം ഒരു വിശുദ്ധ മാസമായിട്ട് നമുക്ക് മാറ്റാം. അതേ പ്രിയപ്പെട്ടവരെ, സിംതേരി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടും.